നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മേൽക്കൂര തകർന്നു വീണ സ്കൂളിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ്. CPM കോൺഗ്രസ് പ്രവർത്തകർ ചേരി തിരിഞ്ഞ് അടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സ്കൂളിനകത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്നു, പുറത്ത് CPM-ഉം കോൺഗ്രസും തമ്മിൽ പാത്രമെറിഞ്ഞ് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. ചിലർക്ക് പരിക്ക് പറ്റുന്നു, മാധ്യമ പ്രവർത്തകനടക്കം പരിക്ക് പറ്റുന്ന സാഹചര്യമുണ്ടായി. വളരെ മായ രംഗങ്ങളാണ് കാർത്തികപ്പള്ളി സ്കൂളിന് മുന്നിൽ അരങ്ങേറിയത്. കാർത്തികപ്പള്ളി സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണ സാഹചര്യവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. ഈ പ്രതിഷേധത്തിനിടെയാണ് CPM-ന്റെ ഇടപെടലും പിന്നാലെ CPM കോൺഗ്രസ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. കാർത്തികപ്പള്ളി സ്കൂളിന്റെ ഗേറ്റ് തള്ളി തുറന്ന് പ്രവർത്തകർ, അതായത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് കയറി വരികയായിരുന്നു. മാത്രമല്ല പ്രവർത്തകർ CPM മെമ്പറെ കയ്യേറ്റം ചെയ്തു എന്നാണ് ആരോപണം. ഇതോടെ സ്കൂളിൽ സംഘർഷാവസ്ഥ രൂപപ്പെടുകയായിരുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ക്ലാസ് നടക്കുന്നതിനിടയിലാണ് പ്രതിഷേധവും കയ്യാങ്കളിയും പാത്രമെറിയലും ഈ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും ഒക്കെ ക്ലാസ്സിന് പുറത്ത് നടക്കുന്നത്. പ്രവർത്തകർ കസേരകൾ വലിച്ചെറിയുന്ന സാഹചര്യമുണ്ടായി. മാതൃഭൂമി ന്യൂസ് ക്യാമറാമാനാണ് പ്രതിഷേധത്തിൽ ഗുരുതരമായ പരിക്കാണ് അദ്ദേഹത്തിന് ഏറ്റിരിക്കുന്നത്. തലയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു. ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഒരു സമവായത്തിലെത്തിക്കാൻ, അതായത് പ്രവർത്തകരെ പിടിച്ചു മാറ്റാനും അതുപോലെ തന്നെ ഒരു ശാന്തത കൊണ്ടുവരാനും ഒക്കെ പരമാവധി പരിശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. സമരാനുകൂലികൾക്കും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ എതിർഭാഗത്ത് നിൽക്കുന്നവർക്കും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. CPM-കാർ പിന്നിൽ നിന്നും ആക്രമിക്കുകയായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അവർ സമാധാനപരമായി സമരം ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് വാർഡ് മെമ്പർ അടക്കമുള്ള CPM പ്രവർത്തകർ വന്ന് പ്രശ്നം വഷളാക്കിയതെന്ന ആരോപണമാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരിക്കുന്നത്. സ്കൂളിനെതിരെ സമരം ചെയ്യാൻ വന്നപ്പോൾ അവർ ഞങ്ങൾക്കെതിരെ വന്നു, സമരം ചെയ്യാനുള്ള അവകാശമില്ല, ജനാധിപത്യ മര്യാദ അനുസരിച്ച് അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ സമരം ചെയ്യുകയായിരുന്നു, പ്രതിഷേധം ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് CPM പ്രവർത്തകർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയതെന്നടക്കമുള്ള ആരോപണം കോൺഗ്രസ് CPM-നെതിരെ ഉന്നയിക്കുകയാണ്. HM-നോടാണ് ഞങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അതായത് ഈ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് HM-നെതിരെ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ എത്തിയത്. HM-നോടാണ് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചത്. HM-ആണ് മറുപടി പറയേണ്ടിയിരുന്നത്. പക്ഷേ HM CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പർമാരെ വിളിച്ചു വരുത്തി വാർഡ് മെമ്പർ അടക്കമുള്ളവർ സ്ഥലത്തെത്തുകയും അവർ വന്ന് ഇത് ഇടപെടുകയും പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിയും ചുണയുണ്ടെങ്കിൽ വാട എന്നൊക്കെ പറഞ്ഞുള്ള പോർവിളി, ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു പ്രതിഷേധം, കയ്യാങ്കളി, അതുപോലെ തന്നെ പോർവിളി, ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. CPM-കാരുടെ തിട്ടൂരമാണ് ഈ ആക്രമണങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നതെന്ന് കോൺഗ്രസ് വിമർശിക്കുകയുണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത്. പ്രതിഷേധത്തിന് പിന്നാലെ അവിടെ ഒരു സംഘർഷം, ചേരി തിരിഞ്ഞ അടിയുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചുണയുണ്ടെങ്കിൽ വാട കാണിച്ചു തരാം, അതുപോലെ തന്നെ ഈ ചുണയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാ എന്ന രീതിയിലുള്ള ഒരു വെല്ലുവിളിയൊക്കെ അവിടെ മുഴങ്ങിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. സ്കൂൾ അങ്കണത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, കുട്ടികൾ അകത്തിരുന്ന് പഠിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് പുറത്ത് പാത്രമെറിയും ഇത്തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അടിയും ബഹളവും ഒക്കെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കാർത്തികപ്പള്ളി സർക്കാർ UP സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു വീണത്. അവധി ദിവസമായിരുന്നു. വലിയ ദുരന്തമാണ് ഒഴിവായി പോയത്. കഴിഞ്ഞ ദിവസം ഈ മേൽക്കൂര തകർന്നു വീണതുകൊണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിൽ ഒരു ഭീകരമായ സാഹചര്യമാണ്. തകർന്ന കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. പക്ഷേ ഇവിടെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നു എന്നാണ് രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നത്. അപകടം നടന്ന ശേഷം സ്കൂൾ അധികൃതർ ഇവിടുത്തെ ക്ലാസ് മുറികളിലെ മേശ, ബെഞ്ച് അതെല്ലാം വേഗത്തിൽ എടുത്തു മാറ്റുന്നു എന്നതടക്കമുള്ള ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ക്ലാസുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ലാസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ മാറ്റേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ എന്ന അടക്കമുള്ള ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും കാർത്തികപ്പള്ളി സർക്കാർ UP സ്കൂളിലെ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണ ഈ സംഭവം ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതിന് പിന്നാലെ ഉയരുന്നത്. സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം അടർന്നു വീണതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്ന് മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചു. കെട്ടിടത്തിൽ ക്ലാസ് നടക്കുന്നില്ല എന്നാണ് ഹെഡ് മാസ്റ്റർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളതെന്നും മന്ത്രി മറുപടി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ക്ലാസ് ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നുവെങ്കിൽ അവിടെ ബെഞ്ചും ഡെസ്കും കിടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അത് പെട്ടെന്ന് മാറ്റേണ്ടത്, ധൃതി പിടിച്ച് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ലല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ഉയരുന്നുണ്ട്. സ്കൂളിലെ മുൻഭാഗത്തുള്ള അൺഫിറ്റായ കെട്ടിടത്തിന്റെ ഓടും മേൽക്കൂരയുമാണ് അടർന്നു വീണത്.
അവധി ദിവസമായതുകൊണ്ട് അവധി ദിവസത്തിൽ കഴിഞ്ഞ ദിവസമാണ് അത്, ഞായറാഴ്ച കഴിഞ്ഞ ദിവസം അവധിയാണ്, ഈ ദിവസത്തിലാണ് ഇത് തകർന്നു വീണത്. അത് ഒരു ക്ലാസ്സുള്ള ദിവസമായിരുന്നുവെങ്കിൽ ആ ഒരു അപകടത്തിന്റെ ഒരു വ്യാപ്തിയൊക്കെ വലുതാകുമായിരുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 1 കോടി രൂപയിൽ പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് എന്നും ചൊവ്വാഴ്ച തന്നെ പുതിയ ബിൽഡിംഗിൽ ക്ലാസുകൾ ഷിഫ്റ്റ് ചെയ്യാൻ ജില്ലാ കളക്ടർ തഹസിൽദാർ മുഖേന പ്രഥമ അധ്യാപകന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. മാത്രമല്ല ഈ ഒരു പുതിയ ബിൽഡിംഗിലേക്ക് ക്ലാസ് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഞായറാഴ്ച രാത്രി തന്നെ നടന്നിട്ടുണ്ടെന്നും ജില്ലാ കളക്ടറും DDAയും അടക്കമുള്ളവർ തിങ്കളാഴ്ച സ്കൂളിലെത്തി സ്ഥിതിഗതികൾ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്കൂൾ സുരക്ഷയെ മുൻനിർത്തി അടിയന്തര ഓഡിറ്റ് നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചുവെന്നും മന്ത്രി പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് ജൂലൈ 22 ചൊവ്വാഴ്ച പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുമെന്നും ശിക്ഷക് സദനിൽ രാവിലെ 9:30ക്കാണ് യോഗം ചേരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ കൊല്ലത്ത് ഒരു കുട്ടി സ്കൂൾ അധികൃത അനാസ്ഥ കാരണം ഷോക്കേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ സ്കൂളിന് വീഴ്ചപ്പറ്റി സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നു. മാത്രമല്ല ഈ ഒരു സാഹചര്യം സ്കൂളുകളുടെ അവസ്ഥ എങ്ങനെയാണ് എന്നൊരു സാഹചര്യം, കോട്ടയത്ത് ഈ പഴയ ആശുപത്രി തകർന്നു വീണതും ഒരു വീട്ടമ്മ മരിക്കുന്ന സാഹചര്യം ഉണ്ടായതും അപ്പോഴും ഈ സർക്കാർ ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത് ആ കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നു എന്ന് ആദ്യ പ്രതികരണം നടത്തുന്നു. പിന്നാലെയാണ് ആ കെട്ടിടത്തിനുള്ളിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഈ മേൽക്കൂര തകർന്നു വീണ സ്കൂളിന്റെ കാര്യത്തിൽ എടുത്താലും ഇവിടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല എന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു സംശയാസ്പദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ഈ സംഭവത്തിന് പിന്നാലെ നടക്കുന്നത്. ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ക്ലാസ് ഇല്ലാതിരുന്നതാണോ അതോ ക്ലാസ് ഉള്ള സ്ഥലത്ത് തന്നെയാണോ മേൽക്കൂര തകർന്നു വീണതെന്ന ചോദ്യങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട്. എന്തായാലും സംഭവം വലിയ രീതിയിലുള്ള വിവാദമായിരിക്കുകയാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ എത്രമാത്രം സുരക്ഷിതമാണ്, കുട്ടികളെ എങ്ങനെ വിശ്വസിച്ച് സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കും, അങ്ങനെ ഒരുപാട് ആശങ്ക രക്ഷിതാക്കൾക്ക് ഉടലെടുക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു സംഭവം മാറിയിരിക്കുന്നത്. അതിനിടയിൽ ജനാധിപത്യ മര്യാദ എന്ന രീതിയിൽ ജനാധിപത്യ രീതിയിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പ്രതിഷേധവുമായി വരുന്നു. ഇതിനിടയിൽ CPM വാർഡ് മെമ്പറെ ഇവർ കയ്യേറ്റം ചെയ്യുന്നുവെന്ന ആരോപണം ഉയരുന്നു. പിന്നാലെ അത് CPM അതുപോലെ തന്നെ കോൺഗ്രസ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നു. സ്കൂൾ അങ്കണത്തിലാണ് ഈ പരിപാടികൾ നടന്നത് എന്നതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. അതേസമയം വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ, RDDമാർ, ADമാർ, ഡയറ്റ് പ്രിൻസിപ്പൽമാർ, അതുപോലെ തന്നെ ജില്ലാ ഉപവിദ്യാഭ്യാസ ഓഫീസർമാർ, ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർമാർ, ജില്ലാ പ്രോജക്ട് ഓഫീസർമാർ, ജില്ലാ കൈറ്റ് കോർഡിനേറ്റർമാർ, ജില്ലാ വിദ്യാകരണ കോർഡിനേറ്റർമാർ എന്നിവർ ഈ ഒരു യോഗത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിരുന്ന യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ മെയ് 13 സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾക്ക് മുന്നോടിയായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിന്മേൽ നടന്ന പ്രവർത്തനങ്ങൾ യോഗം വിശകലനം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി എന്തായാലും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഈ സംഭവത്തിന് പിന്നാലെ ഉയരുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.